ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു പെർഫ്യൂം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. പെർഫ്യൂം ബിസിനസ് പല രീതിയിലും സ്റ്റാർട്ട് ചെയ്യാം. ഓഫ്ലൈൻ, ഓൺലൈൻ, ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലും ബഡ്ജറ്റ് നല്ല വലിയ രീതിയിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ചുരുങ്ങിയ ലെവലിൽ നമുക്കൊരു പെർഫ്യൂം ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്നതിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് വലിച്ചിട്ട് അത് വീഡിയോയിലേക്ക് പോവാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ റസൂ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്കൊരു പെർഫ്യൂം ബിസിനസ് കുറഞ്ഞ മുതൽ മുടക്കിൽ എങ്ങനെ നമുക്കൊരു പെർഫ്യൂം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് പെർഫ്യൂം ഷോപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ രീതിയിലുള്ള പെർഫ്യൂം ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത്, ഒരു കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് അവരാവശ്യപ്പെടുന്ന സ്മെല്ല്, അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് സ്പോട്ടിൽ മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ഒരു സ്പോട്ട് മേക്കിംഗ് പെർഫ്യൂം എന്നുള്ള രീതിയിൽ ഉള്ളൊരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെർഫ്യൂം ഫീൽഡിൽ. സോ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ പഠിച്ചുകൊണ്ട് നമുക്കത് ബിസിനസ് ചെയ്യാൻ കഴിയും. അതല്ല, ചെറിയ രീതിയിലാണ് നമുക്കിത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും വളരെ ചെറിയ ബഡ്ജറ്റിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ പെർഫ്യൂം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണം. എന്തെങ്കിലും ഒരു ഷോപ്പ്, ഒരു റീറ്റെയിൽ ഷോപ്പ് രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യും? നമ്മളെ കയ്യിൽ ചെറിയ ബഡ്ജറ്റുള്ളൂ, ചെറിയ പൈസ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ സ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ നമ്മളൊരു ഓഫ്ലൈൻ രീതിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഓഫ്ലൈനായാലും ഓൺലൈനായാലും നമുക്കൊരു റൂം എടുത്ത് ചെയ്യാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതും ഒരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തൊക്കെ നമുക്കൊരു 10-15 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൂം കിട്ടും. അതിനൊരു 4000 രൂപ, 3000 രൂപ ഒക്കെ, 2500 രൂപ ഒക്കെ റെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ റൂമുകളൊക്കെ നമ്മളെ ചെറിയ ടൗൺ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള സ്റ്റോക്കാണ്. അതിൻ്റെ ഒരു ഇൻറ്റീരിയലൊക്കെ ഇൻറ്റീരിയൽ എന്ന് പറയുന്ന ഡിസൈനിങ് എന്ന് പറയുന്നത് മാക്സിമം വളരെ ചെറിയ രീതിയിൽ ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത്, നല്ല റാക്കൊക്കെ ചെയ്ത് നല്ലൊരു അട്രാക്റ്റീവ് മോഡൽ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ബഡ്ജറ്റ് വേണമെങ്കിൽ, നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ അതിനെ ഒതുക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണത്. അതല്ല, നമ്മുടെ കയ്യിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസയാണ് നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഓഫ്ലൈൻ രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ കുപ്പികളൊക്കെ പർച്ചേസ് ചെയ്ത്, അതെല്ലാം വളരെ ചെറിയ പൈസയാണ്. അതിൻ്റെ 3 ml, 6 ml, 12 ml ഇങ്ങനെയാണ് അതിൻ്റെ ചെറിയ ബോട്ടിലിൻ്റെ കുപ്പിയുടെ സൈസുകളുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് വേറെ നമുക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല അട്രാക്റ്റീവായിട്ടുള്ള കുപ്പികൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഇതുപോലുള്ള കുറച്ച് കുപ്പികൾ മാത്രം വാങ്ങി നമ്മൾ കുറച്ച് നല്ല സ്മെല്ലായിട്ട്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, നല്ല കുറച്ച് ഡിഫറൻസ് ഓഫ് അത്തറുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിനെ ചെറിയ കുപ്പിയിലാക്കിയിട്ട് നമുക്കതിന് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡിലൊരു സ്റ്റിക്കറൊക്കെ ചെയ്ത് നമുക്ക് വളരെ ചെറിയ പൈസയിൽ തന്നെ ഇത് നമുക്ക് നടക്കും. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്കിത് ഓൺലൈനിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഓൺലൈനിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പെർഫ്യൂം. അതല്ല, ഇതിന് കുറച്ചും കൂടി നമുക്ക് വൈഡായിട്ട് നല്ല രീതിയിൽ ഒരു ഓഫ്ലൈൻ സെറ്റപ്പും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്ത്, ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമൊക്കെ എടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഗ്ലാസ് റാക്കൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഗ്ലാസ് റാക്ക് വേണമെന്നില്ല, ഗ്ലാസ് റാക്കാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിതിനെന്ത് ചെയ്യാൻ പറ്റും, ഈ പെർഫ്യൂമിൻ്റെ കൂടെ തന്നെ അതിനോട് റിലേറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് നമുക്ക് ഓഫ്ലൈൻ വിത്ത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പെർഫ്യൂം ബിസിനസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്,
ഇതിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കോഴിക്കോട്, കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾ നന്നായിട്ട് അവൈലബിൾ ആണ്. കോഴിക്കോട് തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുംബൈ, ഡൽഹി, ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കിഡിലൻ ഹോൾസെയിൽ മാർക്കറ്റ് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് പെർഫ്യൂംസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പർച്ചേസിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോയിട്ടൊക്കെ അത് പർച്ചേസ് ചെയ്യാൻ കഴിയും. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ബിസിനസ് രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ എന്ന പോലുള്ള സംഭവങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു സംഭവമാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ വർഷങ്ങളായിട്ട് ഒരു 30-35 വർഷമായിട്ട് പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞത് വെച്ച് നോക്കുമ്പോഴും അതുപോലെയുള്ള മറ്റു പെർഫ്യൂംസേഴ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെയും എക്സ്പീരിയൻസ് വെച്ച് അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയങ്കരമായിട്ട് നല്ല പ്രോഫിറ്റ് മാർജിനുള്ള ഒരു സംഭവമാണ് പെർഫ്യൂം ബിസിനസ് എന്നുള്ളത്. നമുക്ക് അത്ര ആയാലും സ്പ്രേസ് ആയാലും മറ്റുള്ള സംഭവങ്ങളായാലും നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ചെറിയ പൈസ ഉണ്ടെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും തുടങ്ങണം, അപ്പോൾ അത് നമ്മളത് വലിയ പൈസ ഇല്ല, ഈവൻ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അത്തർ ബിസിനസ്, പെർഫ്യൂം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, നമ്മൾ പൈസ ഒന്നുമില്ല, നമ്മൾ ചെറിയ പൈസ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 1000 രൂപ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1, 2, 3 ബ്രാൻഡ് മാത്രം മേടിച്ച് അതിൽ ചെറിയ ബോട്ടുകളാക്കി 3 ml, 6 ml ബോട്ടുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങൾ കയ്യിൽ വരുന്ന പൈസക്കനുസരിച്ച് അതിനെ നിങ്ങൾക്ക് വീണ്ടും അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് കുറച്ചുകൂടി വൈഡാക്കി നിങ്ങൾക്ക് അതിനെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരാജയം എന്നുള്ള സംഭവം അതിൻ്റെ അടുത്തുകൂടി പോലും വരില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനെ ഹോൾഡ് ചെയ്യാം. ഇന്ന് വിറ്റുപോയില്ലോ നാളെ നമുക്കതിനെ വിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഭയമില്ലാതെ നമുക്ക് ആ സ്റ്റോക്കിനെ അവിടെ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ പെർഫ്യൂം ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കുറച്ചും കൂടി വൈഡായിട്ട് നല്ല രീതിയിൽ ഒരു കിഡലൻ ബിസിനസ് രീതിയിൽ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും കൂടി പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രംഗത്ത് ഒരു കിഡ്ലൻ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇതിനെ നമുക്ക് മേക്ക് ചെയ്യുന്ന രീതിയും കൂടി പഠിച്ചെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് കൂടി ലഭിച്ച് നമുക്ക് ഒരു മേക്കിംഗ് സ്റ്റൈലും കൂടി ആവശ്യാനുസരണം മേക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയും കൂടി നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർഫ്യൂം ബിസിനസ് ഈ ഒരു ബിസിനസ് രംഗത്ത് നിങ്ങൾ ഒരു അടിപൊളി ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒരു മീഡിയം ലെവലിലും നമുക്ക് എങ്ങനെ വേണം നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പെർഫ്യൂം ബിസിനസ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഇസ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവർ നിങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവർ എല്ലാവരും ടേക്ക് കെയർ, ബൈ.